सुप्रजा रामपूर्वा सन्ध्या प्रवर्तते श्रीदेवता गृहभुजान्तर दिव्यमूर्ते श्रीदेवता गृहभुजान्तर दिव्यमूर्ते जनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम् तव सुप्रभातमरविन्दभूषाम्बरहेतीनाम् ഹലോ, ഇതൊരു സൈലൻറ്റ് വ്ലോഗൊന്നും അല്ല കേട്ടോ. ഇത്ര നേരം ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പം എല്ലാവരും എഴുന്നേറ്റ് വന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും എഴുന്നേറ്റിട്ടൊക്കെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന്. എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണെങ്കിൽ ഞങ്ങളുടെ മോർണിംഗ്സ് ഇങ്ങനെ തന്നെയായിരിക്കും. രാവിലെ എന്നെ എഴുന്നേറ്റ് വിളക്കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും എഴുന്നേൽപ്പിക്കും കേട്ടോ. ഞാൻ എല്ലാവരോടും കുളിക്കാൻ പറയും രാവിലെ തന്നെ. എന്നിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണേ. ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും ദിവസമൊക്കെ ആണെങ്കിൽ ഓഫ് എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എനിക്ക് ഉപ്പുമാവ് എനിക്ക് പണ്ട് ഇഷ്ടമില്ലായിരുന്നൊരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കിഷ്ടമാണ്. നമ്മൾ ഓരോ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിച്ച് പിന്നെ ഉഴുന്നുപരിപ്പ് ഞാൻ ചേർക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ തുവരപ്പരിപ്പോ കടലപ്പരിപ്പോ ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് സോട്ട് ചെയ്യും. വേപ്പില എന്ന് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലെ വല്ലപ്പോഴും വരുന്ന അതിഥിയാണ്. വേപ്പിലില്ലാതെ ഇങ്ങനെ കറികൾ വെച്ച് പിന്നെ അങ്ങോട്ട് വേപ്പിലിടുമ്പില്ലേ, അസാധ്യ രുചിയാട്ടോ കറിക്കൊക്കെ. നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേപ്പിലിട്ട് വയ്ക്കുന്ന കറിയും ഇല്ലാത്ത കറിയൊക്കെ തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയാൻ പറ്റില്ല. നല്ല രുചിയാണ് വേപ്പിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ. വെക്കാതെ കഴിച്ച് പിന്നെ വേപ്പിലിട്ട് കഴിയുമ്പില്ലേ പിന്നെ ഒരു പ്രത്യേക രുചിയാണ്. ഞാൻ എപ്പോഴും ഉപ്പുമാവ് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പിന്നെ പതുക്കെ റവ ചേർത്ത് കൊടുക്കുക ചെയ്യാറ്. എനിക്ക് കുറച്ച് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവമുള്ള ഉപ്പുമാവാണ് ഇഷ്ടം. അപ്പോഴാണ് കുറച്ചിങ്ങനെ തൊണ്ടയിൽ ഉണങ്ങാതെ കഴിക്കാൻ പറ്റണേ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. അപ്പം തന്നെ കഴിക്കാൻ പറ്റും ഡ്രൈ ഉപ്പുമാവ്. കുറച്ചുകൂടെ കഴിഞ്ഞങ്ങോട്ട് കഴിക്കുമ്പോഴേ ഒത്തിരി ഡ്രൈ ആയി പോകും. അല്ലെങ്കിൽ എന്നിട്ടിങ്ങനെ കുറച്ച് പൊത്തി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉപ്പുമാവ് എടുക്കാൻ. അപ്പോൾ ആ പാകത്തിന് റവയൊക്കെ വലിഞ്ഞ് ആ ഒരു പാകത്തിനായിട്ടുണ്ടാവും. പിന്നെ ഇപ്പോഴായപ്പോൾ കടലക്കറി വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് ഈ പൊടികളുണ്ടല്ലോ, നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെടുത്ത് ഞാൻ പ്രത്യേകിച്ചൊന്ന് തീയിലൊന്ന് ചൂടാക്കും കേട്ടോ. ചിലപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കും, ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാതെയും ചൂടാക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കറിക്കൊരു വറുത്തരച്ചൊരു രുചി വരും. പൊടിയുടെ കുത്ത് കുറച്ച് കൂടിപ്പോകാതിരിക്കാൻ ഒരു നുള്ളു തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് കളറും കിട്ടും. നല്ല രുചിയാണ് അങ്ങനെ. എനിക്കങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെയും ഉപ്പുമാവിൻ്റെ കൂടെയും ആ ഒരു വറുത്തരച്ച ഒരു രുചി വരുന്ന കടലക്കറിക്ക്. ബലൂൺ വീർപ്പിക്കണതേ ഇന്ന് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നാളെ മോൻ്റെ 2-3 കൂട്ടുകാർ വരുന്നുണ്ട് ക്ലാസ്സിലെ. അവൻ്റേതായിട്ടുള്ളൊരു ചെറിയ സന്തോഷത്തിന് കേക്ക് കട്ടിങ്ങിനും ചെറിയൊരു പാർട്ടിക്കും വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ്.
നമ്മുടെ വീട്ടിൽ പണ്ടേ ക്യാബേജ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ക്യാബേജ് ഇങ്ങനെ കുത്തി കുത്തി എരിഞ്ഞിട്ട് അതിലേക്ക് പീര, തേങ്ങാപ്പീരയും ജീരകവും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ ഇഞ്ചി, കുറച്ച് ഉള്ളി, ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, വേപ്പില, പച്ചമുളകൊക്കെ ഇട്ടൊന്ന് തിരുമിയിട്ട് മാറ്റി വയ്ക്കും. കുറേ നേരം വയ്ക്കും, ഉപ്പൊക്കെ ഇട്ടൊന്ന് തിരുമി. ഇതിപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞതാണ്. സാമ്പാറിൽ എപ്പോഴും ലാസ്റ്റ് വീട്ടിൽ അമ്മ ബീനാമ്മ കുറച്ചിങ്ങനെ ഒരു നുള്ള ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കൂട്ട്, ഒരു പൊടിക്കൈയായിട്ട് ആ ഒരു പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിയലുണ്ടാക്കിയത്, അവിയലിന് വേണ്ട പച്ചക്കറി ഉണ്ടായിരുന്നില്ല, പിന്നെ വേപ്പില ഉണ്ടായിരുന്നില്ല. അവിയലിൻ്റെ മെയിൻ ഹൈലൈറ്റ് ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. ഉണ്ടായിരുന്ന പച്ചക്കറിയും കൊണ്ട് ഞങ്ങൾ അവിയലൊന്ന്, ഞാൻ സാധാരണ കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു നുള്ളു വെള്ളം ഒഴിക്കുക സ്റ്റീം വരാൻ വേണ്ടി. എന്നിട്ട് വേവിച്ചിട്ട് അതിലേക്ക് പിന്നെ ജീരകവും തേങ്ങയും കൂടെ ചേർത്ത് ചതച്ച തേങ്ങ ആഡ് ചെയ്തിട്ട് പിന്നെ അത് വെന്ത് വന്ന് കഴിയുമ്പോൾ മാങ്ങ ഇട്ടൊന്നില്ലെങ്കിൽ വേവിക്കുക, അല്ലെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തൈര് ഒഴിച്ച്, ഞങ്ങൾക്ക് മാങ്ങ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും തൂവി കൊടുത്ത് അടച്ചു വയ്ക്കാനാണ് പതിവ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാബേജിൽ ഞാൻ ഇതുപോലെ കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർക്കും, പിന്നെ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, തുവരപ്പരിപ്പൊക്കെ ചേർക്കും. എന്നിട്ട് അത് പൊട്ടിച്ചതിന് ശേഷം ഈ നമ്മളിങ്ങനെ നേരത്തെ പൊതിഞ്ഞ് വെച്ച ക്യാബേജില്ലേ, അത് അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കലാണ് പതിവ്. ചിലപ്പോൾ ഞാൻ വെള്ള ക്യാബേജ് ഉണ്ടാക്കും, ചിലപ്പോൾ ഞാൻ മഞ്ഞ കളർ ഉണ്ടാക്കും. എനിക്ക് ആ ക്യാബേജിൻ്റെ ആ ഒരു കളർ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ വീട്ടിലെല്ലാവരും പ്രഥമൻ പ്രിയക്കാരാണ്, ഞാനടക്കം. പക്ഷേ പ്രഥമന് പരിപ്പൊന്നും ഉണ്ടായില്ല. പരിപ്പ് പ്രഥമനാണ് പണ്ടേ എൻ്റെ വീട്ടിലും ആളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഞങ്ങൾക്ക് പരിപ്പുണ്ടായിരുന്നില്ല. സേമിയ വലിയ പ്രിയമില്ല, പാലടയാണ് എന്നാലും ഇഷ്ടം. പക്ഷേ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കൂട്ടുകാർക്കും കൂടെയൊക്കെ കൊണ്ടു കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം വീട്ടിൽ ആരെയും നമ്മൾ പിറന്നാളൊന്നും വിളിച്ചില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് നമ്മൾ ഉണ്ടാക്കി. പിന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടിയോടെ ഉണ്ടാക്കിയായിരുന്നു. അത് പക്ഷേ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. എല്ലാം കഴിഞ്ഞപ്പോഴും ഓർത്ത്, അയ്യോ നാളെ അവൻ്റെ കൂട്ടുകാർ വരണേൻ്റെ കേക്കിൻ്റെ സ്പഞ്ച് ഇപ്പം ഉണ്ടാക്കി വെക്കണം, എന്നാലേ നാളെ ഉച്ചയാകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് സെറ്റ് ആവുള്ളൂ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. പിന്നെ അവന് ചോക്ലേറ്റ് കേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ സ്പഞ്ചൊന്ന് ബേക്ക് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വേഗം തട്ടിപ്പടഞ്ഞ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് അതിൻ്റെ സ്പഞ്ചും റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിച്ചത്. 1 മണിക്ക് ഒന്ന് തീർക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പണികൾ. പക്ഷെ ഒരു 1:30 കഴിഞ്ഞപ്പോഴേക്കും പണികളൊക്കെ തീർന്നായിരുന്നു. കാരണം ഉച്ചയ്ക്ക് വരെ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നേ. രാവിലെ 5:45 തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ സമയം കണ്ടില്ലേ, ഇപ്പോഴാണ് നടന്നു നിർത്താൻ കിട്ടുന്നത്. അവിടെ കുറച്ച് നേരം പോയി ഒരു 10 മിനിറ്റ് ഇരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് എന്തുമാത്രം ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇതിനേക്കാളൊക്കെ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മക്കൾക്ക് ഒരിക്കലും അതിൻ്റെ വില മനസ്സിലാവില്ല. നമ്മളും പിള്ളേരൊക്കെ ആയി അവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ അമ്മമാരും പണ്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കുക. ചൂട് എന്തെങ്കിലും കുഴപ്പമില്ല. ചൂടൊന്നുമില്ല. വാഴയിലയുടെ ഒരു നല്ലൊരു കുറവുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ താലി പ്ലേറ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്തു. പണ്ടേ വാങ്ങിച്ച് വെച്ചിരിക്കണതാണ് ഒരു താലി ഇങ്ങനെ പ്ലേറ്റ്. അപ്പോൾ കറികളൊക്കെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ട് കഴിക്കാമല്ലോ. ചൂടോടുകൂടെ ആണെങ്കിലേ പറ്റുള്ളൂ, ഓവനിലൊന്നും വെച്ച് ചൂടാക്കാൻ പറ്റില്ല. വലിയ സൈസുള്ള പ്ലേറ്റ് അല്ലേ. എന്തായാലും വാഴയില ഇല്ലാത്ത ഞങ്ങൾ താലി പ്ലേറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു.
ഉച്ചയ്ക്ക് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഫസ്റ്റ് പരിപാടി ഇതായിരുന്നു കേട്ടോ. ഇതെന്താണെന്നല്ലേ, ഇവിടെ ഈ ടൗണിലുള്ള അപ്പൂപ്പന്മാരില്ലേ, റിട്ടയർഡൊക്കെ ആയിട്ടിരിക്കുന്ന അപ്പൂപ്പന്മാർ, അവരവരുടെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ, അതായത് വുഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, വുഡിൻ്റെ മാത്രം ക്രാഫ്റ്റ് വർക്ക്സിൻ്റെ എക്സിബിഷനും സെയിലായിരുന്നു. നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റണ നമ്മൾ വാങ്ങിച്ചു. ഒരു 2-3 ഐറ്റംസ് കുഞ്ഞിത്. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, കാരണം ഹാൻഡ് മെയ്ഡാണല്ലോ. പിന്നെ അതിന് ശേഷം പിള്ളേർക്ക് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ ജക്കറാൻഡ എന്ന് പറയുന്ന ഒരു മരമുണ്ട്, അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് ഒക്ടോബർ ലാസ്റ്റ് വീക്ക്, ഒരാഴ്ചയോളം നീളുന്ന. അതിൻ്റെ ഒരു ജാഥ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിന് പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു 8 മണിയൊക്കെ ആയിട്ടോ രാത്രി. പിന്നെയാണ് ഞങ്ങൾ കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് സ്വീറ്റ്സും പായസമൊക്കെ കൊടുത്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരമായി, രാത്രിയായി. പിന്നെ വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വീട്ടിൽ. രാത്രി എത്തി, പിന്നെ ബാക്കി ഭക്ഷണം കഴിച്ചു. അതോടുകൂടെ ആ ദിവസം തീർന്നു. പിന്നെ ശനിയാഴ്ച ആയിരുന്നു, പിന്നെ എനിക്ക് ഒരാഴ്ച അവധിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്നിരുന്ന് ഒരു സിനിമ കണ്ടു, ചന്ദ്രേട്ടൻ എവിടെയാ സിനിമ. എനിക്ക് ഈ പഴയ സിനിമകളൊക്കെ ഇരുന്ന് കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ സിനിമയൊക്കെ കണ്ട് പതുക്കെ റിലാക്സ് ആയിട്ട് പിന്നെ കിടന്നുറങ്ങി. പിന്നെ ഇനി അടുത്ത ദിവസം ധൃതി, നമുക്ക് പണിയാണ്. അങ്ങനെ ആ ദിവസം തീർന്നു. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ, ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയണേ കമൻസിലൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനിയും നമുക്ക് ചെയ്യാം.